എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് FIUGP അതായത് FIUG ക്യാപ്പ് 2024 കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് പ്രസ് റിലീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിനോടനുബന്ധിച്ച് എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് അതത് കോളേജുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. 20/6/2024 മുതൽ 25/6/2024 വരെ സ്റ്റുഡൻസ് ലോഗിൻ വഴി റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ലോഗിൻ ചെയ്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമാണ് ഇതിൽ പരിഗണിച്ചിട്ടുള്ളത്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അതത് കോളേജുമായി ബന്ധപ്പെടുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ പ്രവേശനത്തിന് ഹാജരാകുകയും ചെയ്യേണ്ടതാണ്. മേൽ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും അതത് കോളേജുകൾ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുക. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുൻപ് കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. പ്രവേശനത്തിനായിട്ട് അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ് ലോഗിൻ വഴി മാൻഡറ്ററി ഫീസ് നിങ്ങൾക്ക് അടക്കാവുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നിലവിൽ 3ാം അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം നേടി ഹയർ ഓപ്ഷൻ നിലനിർത്തി 3ാം അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 3ാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് അഡ്മിഷൻ ആരംഭിക്കുന്നതുവരെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് ഹാജരാവാൻ സമയം അനുവദിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അതത് കോളേജുകളോട് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അതായത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോളേജിലെ റാങ്ക് നില പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.